സൂപ്പർ ലീഗ് കേരളയിൽ ആദ്യമായി കോഴിക്കോടിന്റെ മണ്ണിൽ കോഴിക്കോടിനെ തോൽപ്പിക്കുകയാണ് ഒരു ടീം. തൃശൂർ മാജിക് FC മൈതാനത്ത് അവരുടെ മായാജാലം തീർത്ത് ആദ്യ ജയം സ്വന്തമാക്കിയിരിക്കുന്നു. തൃശൂരിനെ സപ്പോർട്ട് ചെയ്യാൻ വണ്ടി കയറി തൃശൂരിൽ നിന്ന് വന്ന ആരാധകരാണ് നമുക്കൊപ്പം ഉള്ളത്. കത്തിച്ചല്ല കോഴിക്കോട്, കത്തിച്ചു, സൂപ്പറാക്കി കളി. കോഴിക്കോടിന് ഇതുവരെ ജയിക്കാൻ പറ്റാത്ത നമ്മളെ തൃശ്ശൂരിനെതിരെ മാത്രമാണ്. അത് ഇവരുടെ ഹോമിൽ വന്നിട്ട് നമ്മളത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. തൃശ്ശൂരിനെ അങ്ങനെ കണ്ട് തോൽപ്പിച്ചിട്ട് കോഴിക്കോടിന് കടന്നു കളയാൻ പറ്റുന്നതാണ്. അത് നമ്മൾ കാണിക്കാൻ വേണ്ടി കപ്പടിച്ചിട്ടും കാര്യമുള്ള ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റൂല. അതത്ര തന്നെ ഉള്ളു. നമ്മൾ ഇത്തവണ നമ്മൾ ഫൈനലിൽ എന്തായാലും എത്തിക്കൊണ്ടിരിക്കും. വേറെ ഏത് ടീമാണ് എത്തുന്നത് അവർക്ക് വരാം, അവർക്ക് സ്വാഗതം. അതാണ് കാലിക്കറ്റിന് മാത്രമൊന്നുമല്ല, എല്ലാവർക്കും കപ്പില്ല. അപ്പോ ഈ സീസൺ കാലിക്കറ്റിനോട് പാസ്റ്റ് ഞങ്ങൾ ഡിഫെൻഡിങ് ചാമ്പ്യൻസ് ആണെന്നുള്ള ബഹുമാനമൊന്നും കൊടുക്കൂല. അത് തൃശ്ശൂരുകാർക്ക് ആ പരിപാടിയില്ല. അല്ല, എങ്ങനെ ഉണ്ടായിരുന്നു കളി? മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു കളി? ഞാൻ എന്റെ ജോലി കളഞ്ഞിട്ട് ജോലിയുടെ പകുതി കഴിഞ്ഞിട്ട് വന്നത്. അപ്പോൾ അതിന് ഞാൻ ആദ്യമായിട്ട് മാച്ചിന് പറഞ്ഞത് തൃശ്ശൂർ FCയിലെ. ഞാൻ ബ്ലാസ്റ്റേഴ്സിന്റെ കളി കാണാൻ പോകുന്ന ആളാണ്. അപ്പോൾ ഈ ഒരു കളി കാണുമ്പോൾ ഞാൻ ആദ്യം മാച്ച് കണ്ടിട്ടാണ് ഈ കളി കണ്ടത്. ഒട്ടും നിരാശപ്പെടുത്തിയില്ല. നല്ല കളിയായിരുന്നു, നല്ല ഡിഫൻസീവ് ആയിരുന്നു. കിട്ടിയ ചാൻസിലൊക്കെ മുതലാക്കി. ആകെ ഒരു ചാൻസ് മിസ്സാക്കി, അതൊരു വിഷമമുണ്ട്. എന്നിരുന്നാലും സൂപ്പർ കളിയായിരുന്നു. എല്ലാവർക്കും ഹാപ്പിയാണ്, എല്ലാവരും ഞങ്ങൾ എൻജോയ് ചെയ്തു കളി. ആ ബൈസിക്കിൾ കിക്ക് ഉണ്ടല്ലോ, അത് സീനായിരുന്നു. അതൊരു നിമിഷം ഞങ്ങൾ ഗോളാന്ന് വിചാരിച്ച്, പക്ഷേ ഒരു ഗോൾ കൊണ്ട് നമ്മൾ ജയിച്ചോണ്ട് മതി. അതെങ്ങാനും ഗോളായിരുന്നെങ്കിൽ ഇവിടെ തീ കൊടുത്തു പോയാലും നമ്മളല്ലേ. ഒരു ഗോൾ കൊണ്ട് നമ്മൾ തീയാക്കി. അതുകൂടി ആയെങ്കിൽ കനല് കൂടുമായിരുന്നു. കോഴിക്കോട് പറയുന്നത് ഞങ്ങൾ അവിടെ വന്ന് പകരം വീട്ടുന്നതാണ്. നടക്കില്ല. അവർക്ക് ഇവിടെ കൂട്ടി കൂടിയിട്ടില്ല. നീ അങ്ങോട്ട് വന്നിട്ട് നടക്കില്ല. അവിടെ ഉള്ളവര് 40 പേരല്ല, 40,000 പേരായിരിക്കും. മലപ്പുറം കഴിഞ്ഞ കളിയിൽ നിങ്ങളെ ഒന്ന് തോൽപ്പിച്ചു കേട്ടോ. അപ്പൊ മലപ്പുറത്തിനുള്ള കണക്ക് അവിടെ നിന്നാണോ? അവിടെ തന്നെ മലപ്പുറം അവിടെ വന്ന് തോക്കൂ. പെനാൽറ്റിയിൽ ജയിച്ചു പോയി, അത്രേ ഉള്ളൂ. മലപ്പുറം ഫാൻസ് വരെ നമ്മളെ പ്രത്യേകം കണ്ട് പറഞ്ഞിരുന്നത് ആ മാച്ചിൽ തൃശ്ശൂരാണ് കളിച്ചിട്ടുള്ളത്. ഭാഗ്യം അവരുടെ കൂടെ ആയിരുന്നു, അവർക്കൊരു പെനാൽറ്റി കിട്ടി, അവർ ജയിച്ചു എന്നുള്ളത്. എല്ലാവരും തൃശ്ശൂരിന്റെ ഫസ്റ്റത്തെ മാച്ച് കണ്ടിട്ട് ഇപ്രാവശ്യത്തെ പ്രകടനം അംഗീകരിച്ചവരാണ്. അത് ഈ മത്സരത്തിലും തൃശ്ശൂർ വീണ്ടും തെളിയിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കപ്പടിച്ചാൽ എന്താ പ്ലാന്? നമ്മൾ തേക്കിൻകാട് മൈതാനത്താണ്, അതല്ല നമ്മൾ സ്ക്വയർ മൊത്തം, നമ്മളെ റൗണ്ട് മൊത്തം നമ്മൾ വരാൻ പോകുന്നത്. കപ്പടിച്ച് തൃശ്ശൂരിന്റെ രണ്ടാം പൂരം, സെക്കൻഡ് പാർട്ട് തൃശ്ശൂർ പൂരം. അതാണ് ഭയങ്കര കോൺഫിഡൻസ് ആണ് കേട്ടോ. ഇവിടെ ആർക്കെങ്കിലും അങ്ങനെ ആത്മവിശ്വാസം ഉണ്ടോ? അതാണ്. അപ്പോ ആ നവീൻ കൃഷ്ണ മൂന്നാറിന്, ആ നവീൻ കൃഷ്ണയോട് ഞങ്ങളിപ്പോ സംസാരിച്ചതേ ഉള്ളൂ. നവീൻ കൃഷ്ണയെ കുറിച്ച് നമ്മൾ പറയാതെ വയ്യ. കാരണം ഈ മത്സരത്തില് മാർക്കസ് ജോസഫിന് ഏറ്റവും കൂടുതൽ പന്തെത്തിക്കുക എന്നുള്ളൊരു ദൗത്യം നവീൻ കൃഷ്ണക്കായിരുന്നു. അത് മനോഹരമായി ഇടത് വിങ്ങിൽ ഞങ്ങൾ നവീനായിട്ട് സംസാരിച്ചിരുന്നു കേട്ടോ. എന്നാലും രസകരമായ കളിയാണ്. നവീൻ മാത്രമല്ല, നവീൻ്റെ അനിയനും ഉണ്ട്, നവനീത് കൃഷ്ണ. ഇവർക്ക് രണ്ട് കളിക്കാനായിട്ട് ഒരു ഗ്രൗണ്ട് പോലും ഇല്ലാത്തൊരു സാഹചര്യമായിരുന്നു ഞങ്ങൾക്ക്. ഇപ്പോഴും ഞങ്ങൾ ഈ താമസിക്കുന്ന സ്ഥലത്ത് മൂന്നാർ ദേവികുളത്താണ്. അവർ പഠിച്ചതും വളർന്നതും ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രെയിനിങ് സെൻറ്റർ, സ്പോർട്സ് കൗൺസിലിൻ്റെ കീഴിൽ സനീഷ് എന്ന് പറഞ്ഞൊരു കോച്ചിൻ്റെ ഇതിലാണ് പഠിച്ചു വളർന്നത്. അതിനുശേഷമാണ് ഈ ലെവലിലേക്കൊക്കെ എത്തിയത്. അപ്പോൾ ഈ തൃശ്ശൂർ ക്ലബ്ബിൽ കളിക്കാൻ അവന് ചാൻസ് കിട്ടിയ ഈ മുഴുവനും ഇവിടുത്തെ ആരാധകർക്കും എൻ്റെ ഒരു പ്രത്യേക നന്ദിയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, മോനെ ആരാധകരിങ്ങനെ വലിയ തോതിൽ കയ്യടിച്ച് വരുന്നത് കാണുന്നുണ്ട്. അപ്പോൾ അച്ഛൻ എന്നുള്ള നിലയിൽ വല്ലാത്തൊരു രോമാഞ്ചം വരുന്നുണ്ട്. ഒരു ഫുട്ബോളാണല്ലോ, ആ ഒരു സ്ഥിതിക്ക് ഞാനൊരു പ്ലെയറും കൂടിയാണ്. അപ്പോൾ എൻ്റെ ഒരു സുമേഷ്. അപ്പോൾ പിന്നെ ഫുട്ബോളിന് നമ്മൾ ആരാധകരുടെ ആവേശമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആവേശം. കളിക്കുന്നത് കുട്ടിയാണെങ്കിൽ ആവേശം ആധാരമാണ്. ഭയങ്കര അഭിമാനമുണ്ട്. അതുണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. സന്തോഷം. അവനെ ഇറക്കി വിടാൻ തന്നെയാണ് നമ്മൾ തീരുമാനം. അത്രേ ഉള്ളൂ. പ്രൊഫഷണലായിട്ട് ഫുട്ബോളിലേക്ക് ഇറക്കിയിട്ട് അവൻ്റെ അനിയനെ നിങ്ങൾ ഇറങ്ങിക്ക മക്കളെ, ഞാനുണ്ടെന്ന് പറയാം. നമ്മൾ കൂടെ ഉണ്ടല്ലോ ഇപ്പോഴും എപ്പോഴും. അവർക്ക് വേണ്ടി എന്ത് ചെയ്യും? ഫുട്ബോളിന് വേണ്ടി. എന്തായാലും കൊള്ളാട്ടോ. ഇതാണ് നവീൻ കൃഷ്ണ. ഇങ്ങനെ ഗ്രൗണ്ടിൽ വലിയ ഒരു ആവേശത്തോടു കൂടി കളിക്കുന്നുണ്ടെങ്കിൽ അതിന് പിറകിൽ ആരെങ്കിലും ഉണ്ടാവും എന്ന് നമുക്ക് തോന്നണ്ടേ? അതെ, ഈ കാണുന്ന നവീൻ്റെ പിതാവ് തന്നെയാണ്. മൂന്നാറിന്ന് അവിടുന്ന് ഈ മല ഇറങ്ങി ഇങ്ങോട്ട് വന്നത് തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്തേക്കായിരുന്നു. ഒരു ഗംഭീര പെർഫോമൻസ് ആണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. തൃശ്ശൂരിലെ ആരാധകർ വലിയ കോൺഫിഡൻസിലാണ്. അവർ പറയുകയാണ് ഞങ്ങളുടെ രണ്ടാം പൂരം അത് നടക്കാൻ പോകുന്നത് ഈ കപ്പ് ഉയർത്തി ഈ റൗണ്ടിന്, സ്വരാജ് റൗണ്ടിന് ചുറ്റും ഞങ്ങൾ കപ്പുമായി പോകുന്നുള്ള വലിയ ആത്മവിശ്വാസം അവർ പങ്കുവെക്കുകയാണ് കേട്ടോ. മുഷ്താഖിനൊപ്പം മഹേഷ് പോലൂർ, മീഡിയ 1.